1000-ത്തിലധികം പേരാണ് മാർച്ച് 29-ന് മ്യാൻമറിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ കൊല്ലപ്പെട്ടത്. ഭൂകമ്പ മാപിനിയിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 10,000 പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:50ഓടെയാണ് ഭൂചലനമുണ്ടായത്. 6.8 തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ 6 തുടർചലനങ്ങളുമുണ്ടായി. ഒരു നൂറ്റാണ്ടിനിടെ മ്യാൻമറിനെ ബാധിച്ച ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിലൊന്നായിരുന്നു ഇത്. ഏകദേശം 2.8 കോടി ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു. ആശുപത്രികൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ തകർന്നു. കെട്ടിട സമുച്ചയങ്ങൾ നിലംപൊത്തി. തായ്ലാന്റ്, ചൈന, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മ്യാൻമറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് ഭൂകമ്പം കനത്ത നാശം വിതച്ചത്. മാൻഡലയ്ക്ക് സമീപമായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂകമ്പത്തിന് പിന്നാലെ ഇവിടെ ഭൗമോപരിതലത്തിൽ വലിയ വിള്ളലും രൂപപ്പെട്ടു. ഏകദേശം 500 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുകയാണ് ഈ വിള്ളൽ. ഉയർന്ന റെസല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളിലെ ഈ വിള്ളൽ വ്യക്തമാണ്. 5 മീറ്റർ വരെ ആഴമുള്ളവയാണ് വിള്ളൽ എന്നാണ് റിപ്പോർട്ടുകൾ. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ദിശകളിലായി വലിയ തോതിലുള്ള തിരശ്ചീന സ്ഥാനചലനങ്ങൾ ചിത്രങ്ങളിൽ വ്യക്തമാണ്. ഇത് വിള്ളലിന്റെ തോത് എടുത്തു കാണിക്കുന്നു. മാൻഡലയ്ക്ക് സമീപമാണ് കൂടുതൽ വിള്ളലുകൾ കണ്ടെത്തിയത്. ജനസാന്ദ്രത ഏറെയുള്ള ഈ പ്രദേശത്തെ ദുരന്തത്തിന്റെ തീവ്രത അടിവരയിടുന്നതാണ് ഇതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.